ഹലോ ഗായ്സ്, നമ്മൾ പോവുകയാണ്. എങ്ങോട്ടോ? നമ്മളെല്ലാവരും കൂടി ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദരന്മാരായിട്ട് എവിടെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? എവിടെയാ പോകുന്നേ? അനുഷ മാമീൻ്റെ മാമൻ്റെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. പയ്യന്നൂരാണ് മാമൻ്റെ വീട്. അപ്പം നമ്മൾ കാറിൽ കയറി ഇങ്ങനെ പോകുമ്പോഴാണ് ഓർത്തത് നമ്മുടെ കാറിൻ്റെ മ്യൂസിക് ബോക്സിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റി, പാട്ടില്ല. സങ്കടം തീർക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം അങ്ങോട്ട് ചെയ്തു. പാട്ട് പാടുന്ന കേൾക്കുന്നുണ്ടാ? അപ്പം നമ്മൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുമ്പോൾ സുസുക്കിയൊക്കെ വല്ലാണ്ട് ഉറക്കുമെന്ന് മാമീൻ്റെ മടിയിൽ കിടന്ന് സുസുക്കിയൊക്കെ ചെറുതായി ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ മാമൻ്റെ വീട്ടിലെത്തിയല്ലോ. എത്തിയപ്പോഴാണ് ഒരു സംഭവം നടന്നത്. അനുഷ മാമിക്ക് എവിടെയോ കുറേ സമയം ഇരുന്ന് വയറിന് എവിടെയോ വേദന വന്നു. പാവം കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ ഓരോരുത്തർ വീതം അകത്ത് കയറി ചായ കുടിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. ബിരിയാണി എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ബിരിയാണി കിട്ടിയാൽ പിന്നെ ഞാനൊന്നും കാണില്ല. ഈ ബാക്കിൽ കാണുന്നതാണ് അനുഷ മാമിൻ്റെ മാമി തൃക്കരിപ്പൂർ സ്കൂളിലത്തെ ടീച്ചറാണ്. അതുപോലെ മാമനാണെങ്കിൽ മാടായി സ്കൂളിലത്തെ പ്രിൻസിപ്പൾ അല്ലേ മാമൻ. അവരൊക്കെ നല്ല രസമായിരുന്നു. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. അവരുടെ പേരെന്താ? ദിയ ചേച്ചിയും അൻവിക്കുട്ടി തനുവിൻ്റെ ഫ്രണ്ടാ. ദിയ ചേച്ചീനെയും തനുവിനെ ഇഷ്ടപ്പെട്ടു പോലും. ദിയ ചേച്ചീൻ്റെ റൂമിൽ പോയിട്ട് തനൂസ് കുറേ ബുക്കൊക്കെ കണ്ടു. അതുപോലത്തെ ബുക്ക് വേണമായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും കൂടി പേരക്ക പറിക്കുന്നു. ഒരു പേരക്ക മരത്തിൻ്റെ മേലെ നിറയെ പേരക്ക. പിന്നെ കൊക്കയെടുത്ത് കുറേ പേരക്ക കുറച്ച് നിറയെ പഴുത്ത പേരക്ക. എന്ത് രസം. ഇതല്ലേ മാമീൻ്റെ അമ്മയും കൂടി സംസാരിക്കുന്നു. ഇതാണ് മാമനും പപ്പയും കൂടി സംസാരിച്ചു കുറേ സമയം. ആ വീട്ടിൽ നിറയെ പൂക്കളും പിന്നെ കുറേ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അവിടെ നിറയെ കുറേ ലവ് ബേർഡ്സ്, പട്ടി, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതെ പട്ടീൻ്റെ അടുക്ക പോയിട്ട് സുസുക്കി ഓടി വരുന്നുണ്ട്. പിന്നെ എല്ലാവരും കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ചു. സുസുക്കിക്ക് സ്പെഷ്യലായിട്ട് ചോക്കോ ബാർ കിട്ടി. പിന്നെ അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ.